ലഹരി മദ്യ വിപത്തുകൾക്കെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ച് ജനശ്രീ മിഷൻ ഇടക്കൊച്ചി മണ്ഡലം സഭ. ഇടക്കൊച്ചിയിൽ നടന്ന പ്രതിഷേധ ജ്വാല ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാനും ആലുവ മുനിസിപ്പൽ ചെയർമാനുമായ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഇടക്കൊച്ചി മണ്ഡലസഭയുടെ നേതൃത്വത്തിൽ ലഹരി മദ്യവിരുദ്ധ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അക്വിനാസ് കോളേജ് പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല ആലുവ നഗരസഭാ ചെയർമാനും ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാനുമായ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരു പടി മാത്രമാണ്. നിങ്ങൾ വർഷങ്ങൾക്ക് പുറകോട്ട് ചിന്തിക്കൂ. പുകവലിയുടെ നാടായിരുന്നു നമ്മുടെ കേരളം. ഇവിടെ ആരും പുകവലിക്കാരനായിരുന്നു. കണ്ടമാനം പുകവലിച്ചു. അന്ന് അതൊരു ഫാഷനായി. പക്ഷേ നമ്മുടെ സമൂഹം അതിനെതിരെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു. ഞാനിന്ന് ചോദിക്കട്ടെ, ഒരു 20 വർഷം മുമ്പാണ് ഇതുപോലെ ഒരു സദസ്സെങ്കിൽ ഇതിലിരിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ പുകവലിച്ചിരിക്കുന്നവരായിരിക്കും. ഇവിടെ പ്രസംഗിക്കാനിരിക്കുന്ന ആളുകളും പുകവലിക്കുന്നവരായിരിക്കും. അതിലൊരു മടിയുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് മുമ്പിൽ പുകവലി കാണാൻ കഴിയുന്നുണ്ടോ? പുകവലിക്കണമെങ്കിൽ തന്നെ രഹസ്യമായി പോയിരുന്ന് പുകവലിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി. അന്ന് പറഞ്ഞു, ഇവന്റെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഇപ്പൊ പുകവലി മാറുമോ എന്നൊക്കെ. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തുള്ളൂ. ജനശ്രീ മിഷൻ മണ്ഡലം ചെയർമാൻ എൻ.ഒ. ജെയിംസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ കൊച്ചി രൂപത KLCA ഡയറക്ടർ റവറന്റ് ഫാദർ ആന്റണി കുഴുവേലി മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ തിന്മയായിട്ടുള്ള ലഹരി തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ അന്ധകാരം എന്ന് പറയുന്നത്. കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മൾ എത്രത്തോളം വികസിച്ചാലും ഈ വികസനത്തിന്റെ ഫലം അനുഭവിക്കുവാനുള്ള തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. ആർക്കു വേണ്ടിയാണ് നാട് വികസിക്കുന്നത്? സമൂഹത്തിന് വേണ്ടിയിട്ടാണോ? കുടുംബത്തിന് വേണ്ടിയിട്ടാണോ? ആ കുടുംബത്തെ നയിക്കുവാനായിട്ടുള്ള ഒരു തലമുറ ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും ഇന്ന് കണ്ണീരിൽ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യണം എന്ന് നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടം. തങ്ങളുടെ മക്കൾ തങ്ങളുടെ അന്ധകരായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. മോഹൻലാല് ദൃശ്യം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പറയുന്നു, സന്തോഷകരമായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു, ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു എന്ന് പറയുന്ന ഒരു സംഭാഷണം. യഥാർത്ഥത്തില് ഇന്ന് കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ഈ ഒരു വാചകം അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ബ്ലോക്ക് ചെയർമാൻ VM വിജയൻ, നഗരസഭാ കൗൺസിലർമാരായ ജീജ ടെൻസൺ, അഭിലാഷ് തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ജനശ്രീ മിഷൻ മണ്ഡലം സെക്രട്ടറി മഞ്ജുള നടരാജൻ, ട്രസ്റ്റ് ചെയർമാൻ PJ റോയ്, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി അഗസ്റ്റിൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.